Hi all, welcome to the new video. ലാസ്റ്റ് 2 വീഡിയോസിലായിട്ട് നമ്മൾ CET 201 മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ സോൾവ്ഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അതിനകത്ത് പാർട്ട് എ കംപ്ലീറ്റും പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൊഡ്യൂൾ 2ലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, മൊഡ്യൂൾ 2ൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A concrete cylinder of diameter 150 mm and height 300 mm is tested under axial compression. It was found that the diameter was increased by 0.0102 mm and the height was decreased by 0.165 mm under the action of a compressive load of 200 kN. Calculate the modulus of elasticity, Poisson's ratio, bulk modulus and shear modulus of concrete. ഇപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇറ്റ്സ് എ കോൺക്രീറ്റ് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 150 mm. സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 150 mm ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഹൈറ്റ് 300 mm ഈസ് ടെസ്റ്റഡ് അണ്ടർ ആക്സിയൽ കംപ്രഷൻ. അപ്പോൾ അവിടെ കംപ്രസീവ് ലോഡാണ്, ആക്സിസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്, കംപ്രസീവ് ലോഡാണ്. It was found that the diameter was increased by 0.0102 mm and the height was decreased by 0.165 mm under the action of a compressive load of 200 kN. ആൻഡ് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് ഇ, പോയ്സൺസ് റേഷ്യോ മ്യൂ, bulk modulus K and shear modulus or rigidity modulus G. ഓക്കെ, ഞാൻ തന്നിരിക്കുന്ന സിലിണ്ടറിനെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിക്ചർ വരച്ചതാണ്. അതിൻ്റെ ഒരു സിലിണ്ടറിക് കോൺക്രീറ്റ് സിലിണ്ടറാണ് ഓഫ് ഡയമീറ്റർ 150 mm ആൻഡ് ഹൈറ്റ് 300 mm ആൻഡ് അതിൻ്റെ മേലെ ഒരു കംപ്രസീവ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ദ വാല്യൂ ഇസ് 200 × 10³ Newton. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കംപ്രസീവ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്സിസിൻ്റെ, ദാറ്റ് ഈസ് ലീനിയർ ഡയറക്ഷനിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? കംപ്രസീവ് ലോഡ് വന്നു കഴിഞ്ഞാൽ എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവുക? ലെങ്ത്ത് ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഹൈറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഹൈറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷനിൽ എന്ത് വരും? ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. സോ in the question it is given that D is equal to 150 mm, H is equal to 300 mm and delta D is equal to 0.0102 mm, delta H is equal to 0.165 mm. ഞാൻ ഇവിടെ പ്ലസും മൈനസും കൊടുക്കാൻ കാരണം ഒരെണ്ണം ഇൻക്രീസും ഒരെണ്ണം ഡിക്രീസിങ്ങുമാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും മൈൻഡിലുണ്ടാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്ത് എഴുതിയപ്പോൾ അങ്ങനെ തന്നെ എഴുതിയതാണ് കേട്ടോ. ആൻഡ് P is equal to 200 kN, that is 200 × 10³ Newton. We have to find E, mu, K and G. Okay, diameter തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. D 150 mm ആണ്. സോ ഏരിയ is equal to pi/4 × D square, that is 150 square. സോ നമുക്ക് ഏരിയ കിട്ടും 17671.46 mm². ആൻഡ് ലോഡ് തന്നിട്ടുണ്ട്, കംപ്രസീവ് ലോഡ് 200 kN ആണ്, അതായത് 200 × 10³ Newton. ലോഡും അറിയാം, ഏരിയയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ട്രെസ് കണ്ടുപിടിക്കാം, അല്ലേ? ദാറ്റ് ഈസ് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് രണ്ട് ടൈപ്പ് ഉണ്ട്. കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്, ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ട്. കംപ്രസീവ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സും, ആൻഡ് ടെൻസൈൽ ലോഡാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സുമാണ്. ഈ കേസിൽ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് കംപ്രസീവ് ലോഡാണ്. സോ കംപ്രസീവ് സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു P/A, നമുക്കറിയാവുന്ന ഇക്വേഷനാണ്, അല്ലേ? ആൻഡ് പിയുടെ വാല്യൂ നമുക്കറിയാം 200 × 10³ ആണ്. ഏരിയ 17671.46 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എത്രയാണ്? 11.32 Newton/mm². ഇതാണ് നമ്മളുടെ ഇവിടുത്തെ നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് സ്ട്രെയിനുകൾ കണ്ടുപിടിക്കാനുണ്ട്. ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും ആൻഡ് ലാറ്ററൽ സ്ട്രെയിനും.
ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണ് ലീനിയർ ഡയറക്ഷൻ എന്നും എന്താണ് ലാറ്ററൽ ഡയറക്ഷൻ എന്നും വ്യക്തമായിട്ട് അറിയണം. ഒരു ബാറോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറോ ഒരു റോഡോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് വൈസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ ഡയറക്ഷൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഹൈറ്റിന് ഈ ഡയറക്ഷൻ അതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസിലൂടെ ആയിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവുക, ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഡയറക്ഷനാണ് നമ്മൾ ലീനിയർ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന, ലീനിയർ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷനാണ് എന്ത്, ലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ലീനിയർ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡയറക്ഷനേ ഉള്ളൂ, ഡയമീറ്ററിൻ്റെ ഡയറക്ഷൻ മാത്രം. അതാണ് ലാറ്ററൽ ഡയറക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് ഇതൊരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നെങ്കിൽ അതിന് ലോഡ് ആക്ട് ചെയ്യുന്ന ആക്സിസ്, അതായത് അതിന് ലെങ്ത് വൈസ് ഉള്ള ആക്സിസ് എന്തായിട്ട് എടുക്കും, ലീനിയർ ഡയറക്ഷനായിട്ടും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രണ്ട് ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും, വിഡ്ത്തും തിക്നെസ്സും. അത് രണ്ടും ലാറ്ററൽ ഡയറക്ഷൻസ് ആണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലീനിയർ ഡയറക്ഷനിൽ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാറ്ററൽ ഡയറക്ഷനിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ലാറ്ററൽ ഡയമെൻഷൻ ഡിക്രീസ് ചെയ്യായിരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ലീനിയർ ഡയറക്ഷനിൽ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി ലാറ്ററൽ ഡയറക്ഷനിൽ എന്തായിരിക്കും, ലെങ്ത്തോ അല്ലെങ്കിൽ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ലീനിയർ ഡയറക്ഷനും ലാറ്ററൽ ഡയറക്ഷനും കൺഫ്യൂസിങ് ആവരുത്, അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലീനിയറിനെ തന്നെ നമ്മൾ എന്തുകൂടെ പറയും, ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയും. ഓക്കെ, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, സോ ഇവിടെ ഹൈറ്റിൻ്റെ ഡയറക്ഷനിലാണ്. സോ ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഹൈറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചേഞ്ച് ഇൻ ഹൈറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.165 mm ആണ് ചേഞ്ച് ഇൻ ഹൈറ്റ്. ചില കേസുകളിൽ നമുക്ക് ചേഞ്ച് ഇൻ ഹൈറ്റ് ആയിരിക്കില്ല തരിക, ചേഞ്ച്ഡ് ഹൈറ്റ് ആയിരിക്കും തരിക, അല്ലെങ്കിൽ ചേഞ്ച്ഡ് ലെങ്ത്ത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 300 മൈനസ് 0.165, അതായത് 298 പോയിൻറ്റ് സംതിങ് അങ്ങനെയായിരുന്നു വാല്യൂ. ദാറ്റ് ഈസ് after the application of that compressive load, that length of the cylinder is changed to 298 point something എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വാല്യൂ അല്ല എടുക്കേണ്ടത്. അവിടെ ഉണ്ടായ ചേഞ്ച് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡെൽറ്റ എൽ അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും തെറ്റാറുള്ളൊരു പോർഷനാണത്. ചേഞ്ച്ഡ് ലെങ്ത്ത് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേഞ്ച്ഡ് ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്, അതല്ല ചേഞ്ച് എത്രയാണെന്നുള്ളതാണ്, ഡിഫോർമേഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും ചേഞ്ച് ആണ് തന്നിട്ടുള്ളത്, ഡെൽറ്റ എച്ച് ആണ് തന്നിട്ടുള്ളത്. 0.165 ഡിവൈഡ് ബൈ ഒറിജിനൽ ഹൈറ്റ് 300 ചെയ്യുമ്പോൾ നമുക്ക് ലീനിയർ സ്ട്രെയിൻ കിട്ടും. ദാറ്റ് ഈസ് 0.00055. ഓക്കെ, ആൻഡ് ലാറ്ററൽ സ്ട്രെയിൻ, അതായത് ലാറ്ററൽ ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ ഡെൽറ്റ ഡി ബൈ ഡി ദാറ്റ് ഈസ് 0.0102 ഡിവൈഡ് ബൈ 150 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.000068 അല്ലേ. അപ്പം നമുക്ക് ലാറ്ററൽ സ്ട്രെയിനും കിട്ടി, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും കിട്ടി. ഇതിൽ തമ്മിലൊരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ്, യെസ്, പോയ്സൺസ് റേഷ്യോ. സോ നമുക്ക് അടുത്ത് പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കാം. പോയ്സൺസ് റേഷ്യോ മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ്റെ വാല്യൂവും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെ വാല്യൂവും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലാറ്ററൽ സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ്, 0.000068 ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓർ ലീനിയർ സ്ട്രെയിൻ രണ്ടും പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു 0.00055 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.124 ആണ് പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ പോയ്സൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിലെ ഇക്വേഷൻ ജസ്റ്റ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാൻ
യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ്. ഇവിടുത്തെ നോർമൽ സ്ട്രെസ് എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആണ്. ആൻഡ് നോർമൽ സ്ട്രെയിൻ ആണ് ഏത്? ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. കംപ്രസീവ് സ്ട്രെസ്സും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ലീനിയർ സ്ട്രെയിനും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദറ്റ് ഈസ് 11.32 ഡിവൈഡ് ബൈ 0.00055 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2.058 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ mm² എന്ന് ആൻസർ കിട്ടി. അപ്പോൾ പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിച്ചു, യങ്സ് മോഡുലസും കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ബൾക്ക് മോഡുലസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. നമ്മൾ റിലേഷൻഷിപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലൊരു ഇക്വേഷനാണ് ഇത്. E is equal to 3k into 1 minus 2 mu, where E is the Young's modulus, K is the bulk modulus and mu is the Poisson's ratio. അപ്പോൾ ഇതിനകത്ത് കെയുടെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ എങ്ങനെ വരും? K is equal to E divided by 3 into 1 minus 2 mu. ഇയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും K is equal, that is bulk modulus is equal to 9.12 into 10⁻³ Newton per mm². ഇതാണ് കെയുടെ വാല്യൂ. ഇതേപോലെ തന്നെ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു ഇക്വേഷനാണ് എന്ത്? E is equal to 2g into 1 plus mu, where E is the Young's modulus, G is the rigidity modulus or shear modulus and mu is the Poisson's ratio. ഈ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസിന് നമുക്ക് ജി മാത്രമല്ല സിയോ എന്നോ ഒക്കെ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എല്ലാം സെയിം ആണ്. സി, ജി, എൻ എല്ലാം വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു ഇക്വേഷൻ? ജി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2 into 1 plus mu. ഇതിനകത്ത് ജസ്റ്റ് ഇയുടെ വാല്യൂം മ്യൂവിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 9.15 into 10⁻³ ന്യൂട്ടൺ പെർ mm². അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിനെയും ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കേണ്ടായിരുന്നത്? പോയ്സൺസ് റേഷ്യോ, ദാറ്റ് ഈസ് lateral strain by longitudinal strain, then Young's modulus, that is normal stress by normal strain, പിന്നെ ബൾക്ക് മോഡുലസ് ആയിരുന്നു അടുത്തത്. അതിനുള്ള റിലേഷൻഷിപ്പ് നമ്മളെടുത്തു. E is equal to 3k into 1 minus 2 mu, ആൻഡ് റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് E is equal to 2g into 1 plus mu. ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷൻസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരുന്നു, സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എ കോമ്പൗണ്ട് ബാർ ഈസ് മെയ്ഡ് ഓഫ് എ സെൻട്രൽ സ്റ്റീൽ പ്ലേറ്റ് 60 mm wide and 10 mm thick, to which copper plates 400 mm wide and 5 mm thick are rigidly connected on each side. The length of the bar at normal temperature is 1 meter. The temperature is raised by 80 degrees Celsius. Determine the stress in each metal and change in length. ES is equal to 2 in 10⁵ Newton per mm². Alpha S is equal to 12 in 10⁻⁻6 per degree Celsius. EC is equal to 1.05 into 10⁵ Newton per mm², and alpha C is equal to 17.5 into 10⁻⁻6 per degree Celsius. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? കോമ്പൗണ്ട് ബാറാണ്, അതിന് സെൻറ്ററിലൊരു സ്റ്റീൽ പ്ലേറ്റ് ആണല്ലോ. സെൻറ്ററിൽ ഈ പോർഷനാണ് എന്ത്? സ്റ്റീല്. ഓക്കെ, ആൻഡ് അതിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 60 mm by 10 mm ആണ്. ആൻഡ് അതിലോട്ട് കോപ്പർ പ്ലേറ്റ്സ് റിജിഡ്ലി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ ഈച്ച് സൈഡ് എന്ന് പറയുന്നുണ്ട്. അതായത് സ്റ്റീൽ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്? കോപ്പർ പ്ലേറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈസ് 40 mm by 5 mm ആണ്. ആൻഡ് ഇങ്ങനെയുള്ള ക്രോസ് സെക്ഷനിൽ ഈ ബാർ ഒരു 1 meter ലെങ്ത്തിൽ, അത് 1 meter ആണ് അതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിൽ ലെങ്ത്ത്. നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ. ഓക്കെ, ആ സമയത്ത് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 meter ആണ്. ആൻഡ് ദെൻ ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. 80 degree Celsius ആണ് ചേഞ്ച് വരുന്നത്. ഏത് ടെമ്പറേച്ചറിലാണോ സെറ്റപ്പ് ഉണ്ടായിരുന്നത്
അതിൽ നിന്ന് 80 ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ആവുന്ന സ്ട്രെസ് ഇൻ ഈച്ച് മെറ്റീരിയൽ ദാറ്റ് ഈസ് സ്റ്റീൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും കണ്ടുപിടിക്കണം, കോപ്പറിലെ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത്ത്, ഇതിന് എത്രയാണ് ഈ ടെമ്പറേച്ചർ റേസ് കാരണം ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ട്? ES is equal to 2 × 10⁵ Newton per mm square. Alpha S is equal to 12 × 10⁻⁻6 per degree Celsius. EC is equal to 1.05 × 10⁵ and Newton per mm square. And alpha C is equal to 17.5 × 10⁻⁻6 per degree Celsius. ഇത്രയും ഡാറ്റാസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റീൽ പ്ലേറ്റിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 60 mm by 10 mm ആണ്. അതുപോലെ കോപ്പർ പ്ലേറ്റ് 40 mm by 5 mm ആണ്. ലെങ്ത്ത് 1 meter ആണ്. 1 meterനെ നമുക്ക് എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 × 10⁻³ mm എന്ന് വരും. ടെമ്പറേച്ചർ ചേഞ്ച് തന്നിട്ടുണ്ട് എത്രയാണ്? T is equal to 80 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ES തന്നിട്ടുണ്ട് 2 × 10⁵ Newton per mm square. Alpha S is equal to 12 × 10⁻⁻6 per degree Celsius. EC is equal to 1.05 × 10⁵ Newton per mm square. And alpha C is equal to 17.5 × 10⁻⁻6 per degree Celsius. And നമുക്ക് കണ്ടുപിടിക്കുന്നത് സ്ട്രെസ് ഇൻ സ്റ്റീൽ, സ്ട്രെസ് ഇൻ കോപ്പർ ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് സ്റ്റീൽ പ്ലേറ്റ് കണ്ടുപിടിക്കാൻ എന്താണ്? സൈസ് തന്നിട്ടുണ്ട് 60 by 10 ആണ്. സോ 600 mm വരും. And area of copper plate is equal to 2 × 40 × 5. ഇത് ശ്രദ്ധിക്കണം, രണ്ട് സൈഡിലും ഓൺ ഈച്ച് സൈഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സൈസ് ഓഫ് കോപ്പർ പ്ലേറ്റ് 40 × 5 ആണ്, പക്ഷെ രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 × 40 × 5 ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് അത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 400 mm കിട്ടി. ഓക്കെ, ഈ നമുക്ക് തന്നിരിക്കുന്ന കേസിൽ ആൽഫ വാല്യൂ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ആൽഫ വാല്യൂ ഓഫ് സ്റ്റീലിനേക്കാളും കൂടുതലാണ്. ആൽഫ വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്പാൻഷൻ കൂടുതലായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഫ്രീ എക്സ്പാൻഷൻ ഇൻ C, that is copper is greater than free expansion in steel ആയിരിക്കും. കാരണം എന്താണ്? കോപ്പറിൻ്റെ ആൽഫ വാല്യൂ സ്റ്റീലിൻ്റെ ആൽഫ വാല്യൂവിനേക്കാളും കൂടുതലാണ്. സോ ഫ്രീ എക്സ്പാൻഷൻ ഇൻ കോപ്പർ ഇസ് മോർ ദാൻ ഫ്രീ എക്സ്പാൻഷൻ ഇൻ സ്റ്റീൽ. പക്ഷേ നമുക്ക് ഈ തന്നിരിക്കുന്ന മെറ്റീരിയൽ ഓൾ ടുഗെദർ ദേ ആർ റിജിഡ്ലി കണക്റ്റഡ് അല്ലേ? ആ സ്റ്റീൽ പ്ലേറ്റിലോട്ട് കോപ്പർ പ്ലേറ്റ്സ് എന്താണ്? റിജിഡ്ലി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ഫ്രീ ആയിട്ടുള്ള എക്സ്പാൻഷൻ നോക്കുമ്പോൾ കോപ്പർ എന്താണ്? സ്റ്റീലിനേക്കാളും എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ അത് രണ്ടും കൂടിയും റിജിഡ്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഒരേപോലെ ആയിരിക്കും. സ്റ്റീലും കോപ്പറും ഒരേ എമൗണ്ടാണ് എക്സ്പാൻഡ് ചെയ്യുക. അതായത് ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ കോപ്പർ എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ സ്റ്റീലിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നോർമലി അവിടെ ഉണ്ടാവേണ്ടത് നേരെ തിരിച്ചാണ്. പക്ഷേ ദാറ്റ് ഈസ് കോപ്പറിലെ എക്സ്പാൻഷൻ ആണ് സ്റ്റീലിനേക്കാളും കൂടേണ്ടത്. പക്ഷേ എന്താണ്? ദേ ആർ റിജിഡ്ലി കണക്റ്റഡ്. ആ റീസൺ കൊണ്ട് എന്തായിരിക്കും? ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ കോപ്പർ എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ സ്റ്റീലിന് ഈക്വൽ ആയിരിക്കും. സോ ഇപ്പം ഞാൻ പറഞ്ഞു കോപ്പർ സ്റ്റീലിനേക്കാളും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ കോപ്പർ അത്രയും എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ കോപ്പറിൽ വരുന്ന ലോഡ് എന്തായിരിക്കും? കംപ്രസീവ് ലോഡായിരിക്കും. ആൻഡ് അവിടെ ഡെവലപ്പ് ആവുന്ന എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കേസിൽ സ്റ്റീൽ ആക്ച്വലി എത്രയാണോ എക്സ്പാൻഡ് ചെയ്തിരുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോഴാണ് ഈ കോപ്പറും സ്റ്റീലും തമ്മിൽ ഏകദേശം ഒരേ ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റീൽ ആക്ച്വലി എക്സ്പാൻഡ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്തായിരിക്കും? ടെൻസൈൽ ലോഡായിരിക്കും. ആൻഡ് അവിടെ ഡെവലപ്പ് ആവുന്ന സ്ട്രെസ്സ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഈ ഒരു മൊത്തം സെറ്റപ്പ് ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം കണ്ടീഷൻ? ടെൻസൈൽ ലോഡ് ഓൺ സ്റ്റീൽ ഇസ് ഈക്വൽ ടു കംപ്രസീവ് ലോഡ് ഓൺ കോപ്പർ ആയിരിക്കണം.
അതായത് സ്റ്റീലിൽ വരുന്ന ലോഡും കോപ്പറിൽ വരുന്ന ലോഡും ഈക്വൽ ആണെങ്കിൽ ആ മൊത്തം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ലോഡാണ്. അപ്പോൾ നമുക്ക് ലോഡിന് എന്ത് ചെയ്യാം, സ്ട്രെസ്സിൻ്റെയും ഏരിയയുടെയും ടേംസിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ എസ് ഇൻറ്റു എ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ സി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്മ സി ഇൻ ടേംസ് ഓഫ് സിഗ്മ എസ് കണ്ടുപിടിക്കാം. സിഗ്മ സീനെ മാത്രം അവിടെ കീപ്പ് ചെയ്തു. ദെൻ എ എസ് ബൈ എ സി ഇൻറ്റു സിഗ്മ എസ്, അതായത് 600 ഡിവൈഡ് ബൈ 400 ഇൻറ്റു സിഗ്മ എസ്. അപ്പോൾ നമുക്ക് സിഗ്മ സി ഇൻ ടേംസ് ഓഫ് സിഗ്മ എസ് കിട്ടി. എത്രയാണ്? സിഗ്മ സി ഇസ് ഈക്വൽ ടു 1.5 സിഗ്മ എസ്. അപ്പോൾ ഇനി നമുക്ക് സിഗ്മ സിയുടെ വാല്യൂ വേണ്ടിടത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1.5 സിഗ്മ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വി നോ ദാറ്റ് ദ കോപ്പർ ആൻഡ് സ്റ്റീൽ വിൽ actually expand by same amount. So actual expansion of steel is equal to actual expansion of copper. അപ്പോൾ നമുക്ക് ഈ ആക്ച്വൽ എക്സ്പാൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റീല് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? ഈ ടെൻസൈൽ സ്ട്രെസ് കാരണം കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യും. അത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് എന്ത്? ആക്ച്വൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു free expansion of steel plus expansion due to tensile stress in steel. Okay, അതാണ് ടോട്ടൽ എക്സ്പാൻഷൻ ഇൻ ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ മൈനസ് കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് ഇൻ കോപ്പർ. ഓക്കെ, അപ്പോൾ അതിന് ഇക്വേഷനിലോട്ട് മാറ്റുമ്പോൾ ഫ്രീ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആൽഫ ടി എൽ അല്ലേ? ടെമ്പറേച്ചർ ചേഞ്ച് കാരണമുള്ള എക്സ്പാൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ സെപ്പറേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ. പക്ഷേ ഇവിടെ എന്തുണ്ട്? റിജിഡ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരുപോലെ ഡിഫോർമേഷൻ ആകാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കോൺട്രാക്റ്റ് ചെയ്യും, മറ്റത് ഇലോങ്ങേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പറിൽ നിന്ന് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ ദറ്റ് ഈസ് ആൽഫ സി ഇൻറ്റു ടി ഇൻറ്റു എൽ മൈനസ് കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് ഇൻ കോപ്പർ. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന കോൺട്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ സാധാരണ ഇക്വേഷൻ തന്നെ പി എൽ ബൈ എ ഇ. ഇവിടെ പി ബൈ എക്ക് പകരം സിഗ്മ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീലിൻ്റെ ഒരു ഇക്വേഷനും കിട്ടി, ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പറിൻ്റെ ഒരു ഇക്വേഷനും കിട്ടി. ഓക്കെ, ഇനി ഈ രണ്ടെണ്ണം കൂടെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. നമ്മൾ അതിനകത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആൽഫ എസ് ഇൻറ്റു ടി ഇൻറ്റു എൽ പ്ലസ് സിഗ്മ എസ് ഡിവൈഡ് ബൈ ഇ എസ് ഇൻറ്റു എൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ സി ഇൻറ്റു ടി ഇൻറ്റു എൽ മൈനസ് സിഗ്മ സി ഡിവൈഡ് ബൈ ഇ സി ഇൻറ്റു എൽ. ഇപ്പം എല്ലാ ടേമിലും എൽ ഉണ്ട്. നമുക്ക് ആ എൽ അങ്ങ് സോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി ചെറുതാക്കി എഴുതാം. എന്താണ് വരിക? ആൽഫ എസ് ഇൻറ്റു ടി പ്ലസ് സിഗ്മ എസ് ഡിവൈഡ് ബൈ ഇ എസ് വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ സി ഇൻറ്റു ടി മൈനസ് സിഗ്മ സി ഡിവൈഡ് ബൈ ഇ സി. ഇതിനകത്ത് നമുക്ക് ഈ സിഗ്മയുടെ വാല്യൂ ഒഴികെ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ഗിവൺ ആണ് അല്ലേ? ആൽഫ എസ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 10 പവർ മൈനസ് 6, ടി എത്രയാണ്? 80, സിഗ്മ എസ് ഇ എസിൻ്റെ വാല്യൂ 2 ഇൻ 10 പവർ 5 വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ സിയുടെ വാല്യൂ എത്രയാണ്? 17.5 ഇൻ 10 പവർ മൈനസ് 6, 80 ആൻഡ് ടെമ്പറേച്ചർ 80 ആണ്. മൈനസ് 1 സിഗ്മ സിയെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല ചെയ്യുന്നത്. സിഗ്മ സിനെ ഇൻ ടേംസ് ഓഫ് സിഗ്മ എസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് 1.5 സിഗ്മ എസ് ഡിവൈഡ് ബൈ 1.05 ഇൻറ്റു 10 പവർ 5 ദറ്റ് ഈസ് ഇ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇനി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് ആക്ച്വലി ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി. അത് കഴിഞ്ഞ് സിഗ്മ എസിനെ ടേമിനെ എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, അല്ലാത്ത ടേംസിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ എസിൻ്റെ വാല്യൂ കിട്ടും. സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 22.79 ന്യൂട്ടൺ പെർ mm². ഓക്കെ,
ആൻഡ് ഇനി സിഗ്മ സി ദാറ്റ് ഈസ് സ്ട്രെസ് ഇൻ കോപ്പർ കണ്ടുപിടിക്കാൻ നമുക്കത് തമ്മിൽ റിലേഷൻഷിപ്പ് അറിയാം. സിഗ്മ സി ഈസ് ഈക്വൽ ടു എന്താണ് 1.5 സിഗ്മ എസ് ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ സി ദാറ്റ് ഈസ് സ്ട്രെസ് ഇൻ കോപ്പർ കിട്ടും 34.19 ന്യൂട്ടൺ പെർ mm². ഓക്കെ, അപ്പോൾ ഇത് രണ്ടുപേരും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്ട്രെസ് ഇൻ സ്റ്റീലും, രണ്ട് സ്ട്രെസ് ഇൻ കോപ്പറും. സ്ട്രെസ് ഇൻ സ്റ്റീൽ നമുക്ക് കിട്ടി 22.79 ആൻഡ് സ്ട്രെസ് ഇൻ കോപ്പർ 34.19. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഞാനിവിടെ സ്റ്റീലിൻ്റെയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ കോപ്പറിൻ്റെ എടുക്കാം. ഏത് രണ്ട് ഇക്വേഷൻ വഴി ചെയ്താലും നമുക്ക് കിട്ടുന്ന ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? ബട്ട് ചേഞ്ച് ഇൻ ലെങ്ത്ത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എസ് ഇൻറ്റു ടി ഇൻറ്റു എൽ മൈനസ് സിഗ്മ എസ് ഡിവൈഡ് ബൈ ഇ എസ് ഇൻറ്റു എൽ. ഇത് എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഇസ് ഈക്വൽ ടു 1.074 mm. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്തതെന്ന് ഒന്നും കൂടെ പറയാം. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ബാറും അതിനോട് കോപ്പർ ബാർസ് റിജിഡ്ലി കണക്ട് ചെയ്തതാണ്. ആൻഡ് ദെൻ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കണ്ടീഷൻസാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ഫോർ ഇക്വിലിബ്രിയം രണ്ടിലും അപ്ലൈ ചെയ്യുന്ന ലോഡ് ദാറ്റ് ഈസ് രണ്ടിലും ഉണ്ടാവുന്ന എക്സ്പാൻഷൻ ദാറ്റ് ഈസ് ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ കോപ്പറും ആക്ച്വൽ എക്സ്പാൻഷൻ ഇൻ സ്റ്റീലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റീലും കോപ്പറും ആണുള്ളത്. അതുപോലെ കോമ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ടെമ്പറേച്ചർ റൈസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന രണ്ട് മെറ്റീരിയലും ഉണ്ടാകുന്ന ആക്ച്വൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ ഓർത്തിരിക്കുന്നത്, രണ്ടിലുണ്ടാവുന്ന ലോഡ് ടെൻസൈൽ ലോഡും കംപ്രസീവും ആയിരിക്കും. രണ്ടിലുണ്ടാവുന്ന ലോഡ് എന്താണ്? സെയിം ആണ്. ഈ രണ്ട് പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഈ രണ്ട് പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ അപ്പോൾ അത് വെച്ച് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുന്നു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.